പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരാഴ്ച കാലത്തേക്ക് എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് സ്വന്തമായിട്ട് മറ്റേ ചില ജോലികളൊക്കെ വീട് സംബന്ധമായിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടെയൊക്കെ ചില യാത്രകളും, അപ്പോൾ എല്ലാം കൂടെ ഒന്നും അങ്ങനെ സാധിച്ചില്ല. നമുക്കിനിയും തുടങ്ങാം. നമ്മൾ നിർത്തിയിട്ട് പഴയ നിയമത്തിൽ തന്നെ തുടങ്ങാം. ഉൽപ്പത്തിയുടെ പുസ്തകം, ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി 11-ാം അധ്യായം ആണ് നമ്മൾ നിർത്തിയിരുന്നത്. അതിൻ്റെ ഈ 11 അധ്യായങ്ങൾ ചരിത്രാതീത ചരിത്രമാണ്, സംഭവങ്ങളാണ്. അത് ചരിത്രമെന്ന് പറയാൻ പറ്റത്തില്ല, സംഭവങ്ങളാണ്. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ അങ്ങനെ കൂട്ടിയിണക്കി എഴുതിയ ആണ് ആ അധ്യായങ്ങൾ, ആ പുസ്തകം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ് ചരിത്രം 12 മുതലുള്ള ചരിത്രമായിട്ട് വരുന്നത്. അതിന് ശാസ്ത്രീയമായിട്ടും ആധുനിക വിജ്ഞാനീയത്തിലും ചരിത്രത്തിനും അതിന് തെളിവുകളുണ്ട്. ഇത് നമ്മൾക്ക് ഓരോ സംഭവങ്ങൾ എത്ര കാലങ്ങളാണ്, എത്ര യുഗങ്ങളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. അന്നത്തെ ഇതിനെ ഇത് ബുദ്ധിപരമായിട്ട്, ശാസ്ത്രീയ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോയാൽ, യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഭൗതിക യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പോയാൽ പലതും എല്ലാ മതങ്ങളിലും തന്നെ ഉണ്ട്. അത് മതവിശ്വാസത്തുമായിട്ട് എല്ലാ തരത്തിലും യോജിച്ച് പോകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ബൈബിളിലും ഈ പറയുന്നത്. കാരണം ചരിത്ര അതീതമാണ്, ചരിത്രമില്ലാത്ത കാലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഒരു ദിവസം കൊണ്ട് കർത്താവ് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ദൈവം സൃഷ്ടിച്ച് ഒരു ദിവസം കൊണ്ട്, നമ്മുടെ മനുഷ്യൻ്റെ ദിവസമൊന്നല്ല അത് ദൈവത്തിൻ്റെ ദിവസവും സമയങ്ങളും മണിക്കൂറുകളും ഒക്കെ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. കൂടിയതോ കുറഞ്ഞതോ കുറവോ ആകാം. അത് എത്രത്തോളം ദൈർഘ്യമുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ 11 അധ്യായങ്ങളുടെയും ഒരു അവലോകനം ഒന്ന് പറയാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് ഓർമ്മിക്കാൻ വേണ്ടി, പഠിക്കുന്നവരായ ചിലരുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് അത് കേൾക്കാനും പഠിക്കാനും മനസ്സുള്ളവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് അത് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ചില നോട്ട്സ് തയ്യാറാക്കാവുന്നവർക്കാണെങ്കിൽ തയ്യാറാക്കാം. വിശദമായിട്ട് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു രത്ന ചുരുക്കമെന്ന് പറയാം. അവലോകനമാണെങ്കിൽ നമ്മൾ ഇപ്പം അരമണിക്കൂറിനുള്ള എപ്പിസോഡിൽ ഒക്കെ തീരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു നോക്കട്ടെ. കഴിയുന്നതിന് 2 എണ്ണത്തിലെങ്കിലും നിർത്തണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ വിശദമായിട്ട് പോവുകയാണെങ്കിൽ അത്രയും വേണ്ടി വരിക. കാരണം സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ വിലയിരുത്തൽ, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വിലയിരുത്തൽ, ഇതെല്ലാം കണക്കാക്കി നമ്മളിങ്ങനെ അതെല്ലാം പഠിച്ച് പോകുമ്പോൾ സമയങ്ങൾ ഒരുപാട് ചിലപ്പോൾ 2-3 എപ്പിസോഡായിരുന്നു വരും. അതിന് വേണ്ടി പോകേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പരീക്ഷ എഴുതുന്നവരാരും ഇല്ലല്ലോ. ഇതൊക്കെ പഠിച്ചിട്ട് എഴുതാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ ഒന്നും നടത്താൻ ഉദ്ദേശിച്ചില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാല്ലോ ആരൊക്കെ അങ്ങനെയൊക്കെ എത്രത്തോളം പഠിക്കുന്നു. അപ്പം ഇത് നമ്മൾക്ക് കഴിയുന്നതും വേഗം നിർത്തിയിട്ട് നമുക്ക് അധ്യായങ്ങളിലേക്ക് കടക്കാം. പുതിയ നിയമം നമ്മൾ അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആമുഖം 3 എപ്പിസോഡിലായിട്ട് ഞാൻ വളരെ സ്പീഡിൽ ചുരുക്കത്തിൽ പറഞ്ഞങ്ങ് തീർത്തു. അതിൻ്റെയും തുടങ്ങണം. അപ്പോൾ ആഴ്ചയിൽ 2 ക്ലാസ് വീതം, ഓരോന്നിൻ്റെയും പുതിയ നിയമം പഴയ നിയമം അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പല വീട്ടുകാര്യങ്ങൾ പലതുമൊക്കെ വേണ്ടി വരും. അപ്പോഴങ്ങോട്ട് ചിലപ്പോൾ ചിലതിന് കുറവൊക്കെ വന്നെന്ന് വരും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആ സമയം നമ്മൾ കൃത്യമായിട്ട് ആ ദിവസങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. സംഭവം എങ്ങനെ നടന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റ് പുരാണ ലിഖിതങ്ങളിലൊക്കെ, പൗരാണിക ലിഖിതങ്ങൾ, പുരാണ ഇതിഹാസങ്ങളിൽ ഒക്കെ കാണുന്ന ചിന്താരീതികളും അതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് ദൈവമായിട്ട് അവർ പലതിനെയും ദൈവമായിട്ട്, ദേവനായിട്ട്, ദേവിയായിട്ടെല്ലാം കണ്ട്
അവർ ദൈവശക്തികളായിട്ട് കണ്ട് ആരാധിച്ചിരുന്നപ്പോൾ അത് ശരിയല്ല, അങ്ങനല്ല, ഇതാണ് വാസ്തവം എന്ന് അറിവില്ലാത്ത ജനതകൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കണം അവർക്ക്. അതിനു വേണ്ടിയാണിത് എഴുതിയത്. പിന്നെ യഹൂദജനത്തിൻ്റെ തന്നെ ഒരു ഭാഗം പാപ്പോൾ അന്നും വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് മനുഷ്യരുടെ ആ വേഴ്ച മൂലം. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു പാഠമായിരിക്കട്ടെ, മാർഗ ദീപമായിരിക്കട്ടെ എന്ന് വിചാരിച്ച് അവർ അതൊക്കെ രചിച്ചു. പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ അങ്ങ് എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഒരു നമ്മളെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാനൊരു 18-20 പോയിൻറ്റ്സിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാം ഈ 11 അധ്യായങ്ങളും. ഇതിൽ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്, നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടുന്നത്, ദൈവം എങ്ങനെയാണ് മനുഷ്യരുമായിട്ട് ഇടപെടുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, മനുഷ്യരെ സൃഷ്ടിച്ചത്, ഇതൊക്കെ ഒന്ന് അറിയാനാണ്. അപ്പം നമ്മൾ ഈ ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടുന്നത്, അതിന് ശ്രമിക്കണം. വെറുതെ കേട്ട് മനസ്സിലാക്കാതെ കേട്ടും കൊണ്ട് അങ്ങ് പോയി ഏതാണ്ട് ഒരു രസം പോലെ തോന്നരുത്. അങ്ങനെയുള്ളതല്ല വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലെ വേദപുസ്തകം. ബൈബിൾ എന്ന് പറയുമ്പോൾ വേദപുസ്തകം എന്ന് മനസ്സിലാക്കണം. ആദ്യം ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്തയോടുകൂടി വേണം ഇതിനെ കാണാൻ, കേൾക്കാൻ, ഉപയോഗിക്കാൻ, വായിക്കാനുമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരുമായിട്ടുള്ള ആ ബന്ധം ദൈവം നിലനിർത്താൻ ആഗ്രഹിച്ചത്, എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ദൈവം പാപം പിന്നെന്തുകൊണ്ട് തിന്മയുണ്ടായി, എങ്ങനെ ഉണ്ടായി, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ, ദൈവത്തിന് പങ്കുണ്ടോ അതിൽ, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഞാൻ മറുപടി അവരോടൊക്കെ പറഞ്ഞു കൊടുത്ത് ചിലർക്ക് അത് എന്തോ അവർ ഭൗതിക ബുദ്ധിയുമായിട്ട് ചിന്തിച്ച് ആ ബുദ്ധിതലത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭൗതിക ബുദ്ധിയും വിശ്വാസവുമായിട്ട് ചിന്തിക്കുക നമുക്ക് പറ്റുകയില്ല, ചേർന്ന് പോവുകയില്ല എല്ലാം. എന്തുമായാലും ദൈവം 1-2 അധ്യായങ്ങൾ പറയും ദൈവമാണ് സകല സൃഷ്ടികളുടെയും കർത്താവ്, അതിൻ്റെ ഉടമസ്ഥൻ. ദൈവം സൃഷ്ടിച്ചതാണ്, ഒന്നും താനേ ഉണ്ടായതല്ല എന്ന് ഉള്ളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ അതിൻ്റെ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ദൈവം ഒന്നും താനേ ഉണ്ടാകില്ല, ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാത്തിനും ഒരു ആധാരം വേണമല്ലോ, അത് ദൈവമാണ്. അല്ല താനേ ഉണ്ടാകുന്നതാണെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം താനേ ഉണ്ടാകണം. മനുഷ്യനെ താനേ ഉണ്ടായതാണെങ്കിൽ ഇപ്പം മനുഷ്യൻ എന്തുകൊണ്ട് വേറെ ഒരു ജീവിയായിട്ട് മാറുന്നില്ല ഇത്രയും സഹസ്രാബ്ദങ്ങളായിട്ട്? അങ്ങനെ മാറിയതായിട്ടൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ ഒരു ഭാവനയിൽ ഒരു ചിന്തയിൽ വന്നു പോയാണ്. ഇതുപോലെ യുക്തിവാദ ചിന്താഗതിയിൽ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലേ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചാൽ എന്താ എന്നുള്ള ബുദ്ധിയിലുണ്ടായതാണ്. ഞാൻ പറയുന്നത് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയുടെ കാര്യമൊക്കെ പരിണാമ സിദ്ധാന്തം ഒക്കെ ആ രീതിയിലേ കാണാൻ പറ്റത്തുള്ളൂ. അതിനെതിരില്ല. സയൻസിൻ്റെ ബിഗ് ബാം തിയറി ഏകദേശം ഇതോടെ യോജിക്കുന്നു, ആ സൃഷ്ടികർമ്മത്തോടെ യോജിക്കുന്നുണ്ട്. ഒക്കെ ഞാൻ ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ഏതാണ്ട് ഒരു 4-ാം നൂറ്റാണ്ട് വരെ ബൈബിൾ പണ്ഡിതർ എല്ലാവരും ജനങ്ങൾ എല്ലാം ഉപയോഗിച്ചിരുന്നത് ബൈബിള് അവർ പറഞ്ഞിരുന്നത് അത് പഠിപ്പിക്കേണ്ടുന്നത് എങ്ങനെ സ്വർഗത്തിൽ പോകാം എന്നുള്ളതിനെ പറ്റി മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിരുന്നില്ല, അതിനൊരു അനലൈസ് ചെയ്ത് അപഗ്രഥിച്ച് ചിന്തിച്ചിരുന്നില്ല. അതെങ്ങനെ സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇതിനെ കണ്ണുടച്ച് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുക, അന്ധമായിരിക്കുക. അതിനെപ്പറ്റി കൂടുതൽ ഒരാൾ ചോദിച്ചാൽ അത് തന്നെ തെറ്റാണെന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്
അപ്പോൾ വിശുദ്ധ ഔസേബിയൂസും പറയുന്നുണ്ട്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ഇത് പണ്ഡിതനാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ലിഖിതം ഇതിനൊക്കെ പറയുന്നുണ്ട്. 2 തിമോത്തി 3:16-17, 2 തിമോത്തിയർക്ക് എഴുതിയ ലേഖനം സെയിൻറ്റ് പോള് 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വിശുദ്ധ ലിഖിതം തെറ്റുതിരുത്തലിനും ശാസനത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. മാർഗ ദർശനത്തിനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കേണ്ടുന്നതാണ് പറയുക. അപ്പോൾ അതങ്ങനെ അങ്ങ് ചിന്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് അനലൈസ് ചെയ്ത് പഠിക്കാൻ പിന്നീടാണ് തുടങ്ങുന്നത്. ദൈവശാസ്ത്ര പഠന ശാഖയായിട്ട് അങ്ങനെ വന്നു. അപ്പോൾ മറ്റ് ശാസ്ത്ര വിഭാഗങ്ങളെ പോലെ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഞാൻ പറഞ്ഞ 10-18 പോയിൻ്റ് എടുക്കാൻ പറ്റും. 1, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാണ്, അല്ല വേറെ ഒന്നുമില്ല. അപ്പം ദൈവത്തിന് സൃഷ്ടിക്കുന്നതിന് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഒരു സഹായത്തിന് ഒരു വസ്തുവിൻ്റെയോ മറ്റ് ശക്തികളുടെയോ ആവശ്യമില്ല. കാരണം എല്ലാ ശക്തികളും എല്ലാം തന്നെ ജ്ഞാനവും എല്ലാം ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, ദൈവത്തിൻ്റേതാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസവും അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൃഷ്ടാവ് ദൈവമാണ്. ഇനി രണ്ടാമത് പറയുമ്പോൾ എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം എല്ലാം നല്ലതുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്നും പറയുന്നുണ്ട്. ഓരോ സൃഷ്ടികളും കഴിയുമ്പോൾ ദൈവം പറയുന്നുണ്ട് എല്ലാം നല്ലതാണ്. 3, സൃഷ്ടികൾ മോശമായത് ദൈവത്തിൻ്റെ കുറ്റമല്ല. സൃഷ്ടികൾ ഇന്ന് എന്തുകൊണ്ട് മനുഷ്യന് മോശമായി ദോഷമായിട്ട് ഭവിക്കുന്നു? പ്രപഞ്ചവും പ്രകൃതിയും സൃഷ്ടികളും മനുഷ്യനല്ലാതുള്ള സൃഷ്ടികളല്ല. എന്തുകൊണ്ട്? അത് മനുഷ്യൻ്റെ പാപം മൂലമാണ്. മനുഷ്യനാണ് ആദ്യം തിരിഞ്ഞു വരേണ്ടുന്നത്. മനുഷ്യൻ നേരെയാകുമ്പോൾ എല്ലാം നേരെയാകും എന്നുള്ളതാണ് ഈ 11 അധ്യായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന 3-ാമത്തെ ഒരു പോയിൻ്റ്. അപ്പോൾ അതിന് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സംശയങ്ങൾ വിളിച്ച് ചോദിച്ചവരൊക്കെ ഉണ്ട്. ദൈവം എന്തിനാണ് പാപം അനുവദിച്ചത്? അതുകൊണ്ടില്ല. പാപം ദൈവം അനുവദിക്കുന്നതല്ല, ദൈവം അനുവദിച്ചിട്ടില്ല. മനുഷ്യൻ്റെ തൃഷ്ണ, അടുത്തതിലോട്ട് പോയാലെങ്ങനെ, അടുത്തതിലോട്ട് പോയാലെങ്ങനെ, അതിലോട്ട് പോയാലെങ്ങനെ, അതെങ്ങനെ ഇരിക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണെന്ന് ചിന്തിച്ച് അവൻ്റെ ബുദ്ധി അങ്ങനെ വ്യാപരിച്ചു പോയി. ഇവിടെ 2 നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തത് തിന്മയായിപ്പോയി. മനുഷ്യൻ നന്മ എടുത്തില്ല, അതുകൊണ്ട് വന്നതാണ് പാപം. ദൈവം ഒന്ന് മനസ്സിലാക്കണം, അടിസ്ഥാന പ്രമാണമായിട്ടുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലാണ്, സാദൃശ്യത്തിലാണ്. ഛായയിലെന്ന് പറയുമ്പോൾ, സാദൃശ്യമെന്ന് പറയുമ്പോൾ അതിന് വേറെ മറ്റ് ജീവികൾക്കൊന്നിനും, ഒരു സൃഷ്ടവസ്തുവിനും ഒരു പ്രപഞ്ച ശക്തികൾക്കും അതിൻ്റെ ആ അധികാരം ആ ഛായയിൽ സൃഷ്ടിച്ചതല്ല. ആ അവകാശമില്ല, ആ ഛായയല്ല, ആ ചൈതന്യമില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ദൈവത്തെ പോലെ തന്നെ ആണ്. അപ്പോൾ ദൈവത്തിനുള്ള വിവേചനാധികാരം, ദൈവത്തിനുള്ള അവയെ ഭരിക്കാനുള്ള അധികാരം, നിയന്ത്രിക്കാനുള്ള അധികാരം, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇതെല്ലാം കുറേയൊക്കെ ഇങ്ങോട്ട് മനുഷ്യന് പകർന്നു കൊടുത്തു. എല്ലാം ദൈവം മനുഷ്യന് ദൈവത്തിൻ്റെ എല്ലാ അധികാരങ്ങളും മനുഷ്യന് കൊടുത്തിട്ടില്ല. എന്താ? സൃഷ്ടിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അതെന്താ? അതുകൊണ്ടാണ് ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പഠിച്ചാൽ. അപ്പോൾ അതാണ് ഛായ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും അങ്ങനെ ദൈവം തന്നെ, ദൈവത്തെ പോലെ തന്നെ. അപ്പോൾ സാദൃശ്യം എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതുപോലെ എല്ലാം ഇല്ല, എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും ഒന്നും ആയിട്ടില്ല, ഏതാണ്ടൊക്കെ ഉണ്ട്. എന്നാൽ അപ്പം പിന്നെ മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തിനാ? ദൈവം മനുഷ്യനെ
സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിലാക്കി. എന്തിനാണ് അങ്ങനെ ആക്കിയത്? അവിടെ മനുഷ്യനെ കൃഷി ചെയ്യാനും അവനെ പരിപാലിക്കാനുമാണ് സൃഷ്ടിച്ച് അയച്ചത്, അവിടെ താമസിപ്പിച്ചത്. അപ്പോൾ എന്തിനാ അവ പരിപാലിക്കുക, പിന്നെ കൃഷി ചെയ്യുക. ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാതെ അപ്പോൾ മറ്റുള്ളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അതിനാണ് സൃഷ്ടിച്ചത്. പക്ഷേ അതിന് പകരം അത് നശിപ്പിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ആളെ നമ്മളൊരു ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ നിയമിച്ചാൽ, നമുക്ക് പകരം നോക്കി നടത്താൻ വേണ്ടി ഒരാളെ നിയമിച്ചാൽ അത് മാറ്റിമറിക്കാനും ഇല്ലാതാക്കാനും കൂട്ടിച്ചേർക്കാനും ഒന്നും ഉള്ള അധികാരം അയാൾക്കുണ്ടോ? ഇല്ല. അത് ഉടമസ്ഥനാണുള്ളത് എന്ന് പറഞ്ഞ പോലെ അത് സൃഷ്ടാവിന് മാത്രമാണ് ഇതിൻ്റെ അധികാരം. ബാക്കിയുള്ളത് അവനത് പരിപാലിച്ച് ഉള്ള സ്ഥിതിയിൽ കൊണ്ടുപോയി മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. പുതിയൊരു പന്ഥാവിലോട്ട് തിരിച്ചു വിടാൻ അല്ല, അത് ഉടമസ്ഥനോട് ചോദിച്ചാണ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഉടമസ്ഥനെ അനുവദിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ സംഭവിച്ചത്. ഉൽപ്പത്തി 3:1 പറയുന്നുണ്ട് പാപം എങ്ങനെ കടന്നുകൂടിയെന്ന്. ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചില്ല, ദൈവം പറഞ്ഞത് ചെയ്തില്ല. അതുകൊണ്ടാണ് എല്ലാം പൂർത്തിയായപ്പോൾ, അപ്പോൾ അതിനു മുൻപ് അതുകൊണ്ടാണ് അത് പാപം അങ്ങനെയാണ് കടന്നു വന്നത്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാത്ത, ദൈവത്തിൻ്റെ ഇംഗിതത്തിന് എതിരായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് പാപം തന്നെയാണ്. അതാണ് പാപം എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാം നമ്മൾക്ക് നോക്കാമല്ലോ. 1-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് എല്ലാം വളരെ നന്നായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വളരെ നന്നായിരിക്കുന്നു, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചു, എല്ലാം നന്നായിരിക്കുന്നു. അപ്പം ദൈവം ഒന്നും മോശമായിട്ട് സൃഷ്ടിച്ചില്ല. പാപം ചെയ്യാനായിട്ട് ദോഷമുള്ളതിനെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ ആരാ? മനുഷ്യൻ്റെ മനസ്സിൻ്റെ തിന്മയായിട്ടാണ്. അതുകൊണ്ടാണ് ദുഷ്ടത അവനിൽ വന്നതുകൊണ്ടാണ് പാപമുണ്ടായത്. അല്ലെങ്കിൽ ദൈവത്തെ മറത്ത് നിൽക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും പറ്റുകയില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം ദൈവം അവനെ ഏൽപ്പിച്ച് കെട്ടിയിട്ട് അങ്ങനെ ചെയ്യിക്കുകയല്ല. സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തു, സർവ്വതും പ്രവർത്തിക്കാം, നല്ല നിലയിൽ പ്രവർത്തിക്കാമന്. അത് മനസ്സിലാക്കണം. അപ്പോൾ എന്നോട് ഞാൻ ഇത്രയും ആ ഭാഗം വിശദീകരിച്ച് ചിലരൊക്കെ എന്നോട് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. വളരെ എനിക്ക് ഒരുപാട് നേരം വിശദമായിട്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ സംശയമുള്ളവർക്ക് ചോദിക്കാം. പിന്നെ അപ്പോൾ സൃഷ്ടികളെ അപ്പോൾ നമ്മൾ പറഞ്ഞു 1:31 എല്ലാം നന്നായിരിക്കുന്നു, വളരെ നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യൻ മുഖാന്തരമാണ് ഭൂമി ശാപഗ്രസ്തമായി പോയത്, ഭൂമിയെ ശപിക്കേണ്ടി വന്നത്. മനുഷ്യനെ ശപിച്ചില്ല ദൈവം, അതും കൂടെ ഓർമ്മിക്കണം. മനുഷ്യനെ ശപിച്ചില്ല, പകരം ഭൂമിയെയും മറ്റ് ശക്തികളെയും ജന്തുക്കളെയും ഒക്കെ ശപിച്ചു. കാരണം എന്താ? അവർക്കാണ് ശാപം കൊടുത്തത്, ശിക്ഷ കൊടുത്തത്. എന്താ മനുഷ്യനെ ശപിക്കാത്തത്? മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം വേറെ ഒരു ബന്ധമാണ്. അത് ദൈവത്തിൻ്റെ ഛായയിലാണ് അവനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവന് അത് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്, അതിനൊരു വേറൊരു തലത്തിലാണ് അത് ചെയ്യേണ്ടുന്നത്. അവൻ ആ ബന്ധത്തിൽ ആ കൽപ്പന ലംഘിച്ചു മാറി എന്നുള്ളതേ ഉള്ളൂ അവൻ ചെയ്തത്. മറ്റുള്ളതെല്ലാം അവന് ആ കൂട്ടത്തിൽ അവന് പങ്കാളികളാണ്. അപ്പോൾ അവന് ജീവിക്കേണ്ടത്, മനുഷ്യൻ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് തീരെയും ദൈവത്തെ വിലകൽപ്പിക്കാതെ വണ്ണം അകന്നു പോയപ്പോൾ മറ്റുള്ളതെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടി വന്നു, ശാപഗ്രസ്തമായി. അതുകൊണ്ടാണ് പ്രളയത്തിലും ദൈവം ഭൂമിയെ പ്രളയം മുഖാന്തരം ഒന്നിച്ച് നശിപ്പിച്ചു. അവരോട് ചോദിച്ചുകൊണ്ട് അത് എന്തിന് ദൈവം അങ്ങനെ ചെയ്യുന്നത്? പാവപ്പെട്ടവർ, അതിന് ഒന്നും അറിയാത്തവർ എത്ര പേരുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ദൈർഘ്യങ്ങളല്ല ദൈവത്തിൻ്റെ സമയദൈർഘ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് യുഗങ്ങളായി, സഹസ്രാബ്ദങ്ങളായി. എന്നിട്ടും മനുഷ്യൻ തിന്മ തന്നെ
തിന്മയിലേക്ക് തന്നെ പോകുന്നു. എന്നിട്ടും ദൈവത്തിനെ അറിയുന്നില്ല. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയും നമ്മൾ ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ മനുഷ്യർ തമ്മിലും സ്നേഹിച്ച്, സർവ്വസൃഷ്ടി വസ്തുക്കളെയും സൃഷ്ടവസ്തുക്കളെയും സ്നേഹിച്ച്, ദൈവത്തെയും സ്നേഹിച്ച്, ദൈവത്തെ അറിഞ്ഞ് മറ്റുള്ളവർക്കും അത് മറ്റുള്ളവയ്ക്കും സൃഷ്ടവസ്തുക്കൾക്കും മറ്റു മനുഷ്യർക്കും അറിയാത്തവർക്കും എല്ലാം മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് അത് മാത്രം പോലെ അവൻ ദൈവത്തെ അറിയണം, ദൈവത്തെ സ്തുതിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം. അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ നമ്മൾ എല്ലാ സുഖസൗകര്യങ്ങളും ആകാശത്തിലും ഭൂമിയിലും പ്രപഞ്ചത്തിലും മനുഷ്യന് വേണ്ടിയതെല്ലാം ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മനുഷ്യൻ എങ്ങനെയാണ് തിന്മ ചെയ്തത്? 3-ാം അധ്യായം 17 പറയുന്നുണ്ട്. ആദത്തോട് അവിടുന്ന് പറഞ്ഞ്, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ഭൂമി ശപിക്കപ്പെട്ടതാണ്. ഭൂമിയെയാണ് കൃഷി. കാരണം ഇനി അവൻ ജീവിക്കേണ്ടത് ഭൂമിയിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടുന്ന് അതിൻ്റെ ഫലമുണ്ടാകുകയില്ല. അപ്പോൾ 6-ാം അധ്യായത്തിലും അതുപോലെ 3-ാം വാക്യം 5 മുതൽ 7 വരെ, 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും അങ്ങനെയാണ്. 5-ാം അധ്യായം 3 പറയുന്നുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കയിൽ. അവൻ ജഡമാണ്, അവൻ്റെ ആയുസ്സും 120 വർഷമായിരിക്കും. വേറെ ഇപ്പോൾ ഇത് പലരും ചോദിച്ചത് ഇതാണ്, ഈ ആദവും കൂട്ടർ ഇങ്ങോട്ട് ഈ 11 അധ്യായങ്ങളും കാണുന്നത് അവരൊക്കെ 900, 800, 700, 600 വർഷങ്ങളിലൊക്കെ ജീവിച്ചിരുന്നു എന്നാണ്. ഈ 960-40 വർഷങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെ അവർക്കത് മനസ്സിലാകുന്നില്ല. കാരണം ഇന്നത്തെ ബുദ്ധി തലത്തിൽ നിന്നുകൊണ്ട് അവർ ചിന്തിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ 900 വർഷം, ഇവിടെ 100 വർഷം പോലും ജീവിക്കുമ്പോഴത്തേക്ക് ആൾ വല്ലാതായിപ്പോൾ. അത്ര പറഞ്ഞിട്ടും അവർക്ക് അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അന്നത്തെ ദൈവത്തിൻ്റെ ചൈതന്യം നിലനിന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ചൈതന്യം മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല. അത് നിന്നതുകൊണ്ട് അവൻ അത്രയും വർഷം ജീവിക്കാൻ സാധിച്ചു. ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചു. അവൻ മക്കളുണ്ടായി. അപ്പോഴും മക്കളുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ആ ജനങ്ങൾ വർദ്ധിച്ച് പെരുകണ്ടേ? ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം അതാണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. പ്രകൃതി എല്ലാം പ്രപഞ്ചം എല്ലാം കീഴടക്കണം. നിങ്ങൾ വർദ്ധിച്ച് പെരുകയാണ് കീഴടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പറയുന്ന പോലെ ആക്രമിച്ച് കീഴടക്കുകയല്ല. അവർ നിറഞ്ഞു പെരുക, അവരുടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ എല്ലാ സൃഷ്ടവസ്തുക്കളെയും, മനുഷ്യനെ മാത്രമല്ല എല്ലാ സൃഷ്ടവസ്തുക്കളെയും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന് ചിന്തിക്കണം, പാപം ചെയ്യുന്നതിന് മുൻപ് ഒരു ജീവികളും ജന്തുക്കളും ഒന്നും രക്തം ചൊരിഞ്ഞിട്ടില്ല. സസ്യാഹാരമാണ് ഭക്ഷിച്ചിരുന്നതെന്നൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയുമ്പോൾ വീണ്ടും ഒരുപാട് എപ്പിസോഡുകൾ അങ്ങനെ 3-4 ഒക്കെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വായിച്ച് നോക്കണം. ഞാൻ ശരിക്കെല്ലാം പറഞ്ഞു തന്നെ, ഓരോ ഭാഗമായിട്ട് എടുത്ത് വിശദീകരിച്ചെല്ലാം പറഞ്ഞു തന്നെയായിരുന്നു. അങ്ങനെയുള്ള അധ്യായങ്ങൾ 3-4 എപ്പിസോഡ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. 40-45 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള എപ്പിസോഡുകൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കണം. അപ്പം ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം അവന് വേണ്ടി എല്ലാം കൊടുത്തു. ആ എല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത്. പിന്നെ മനുഷ്യൻ്റെ പാപം മൂലമാണ് ഭൂമിക്കും മറ്റ് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ജീവികൾക്കും എല്ലാം ഈ ഇന്നത്തെ രീതി വന്നത്. അവ തിന്നാനും ഒക്കെ പഠിച്ചത്, രക്തം ചൊരിയാൻ പഠിച്ചത് എല്ലാം മനുഷ്യനിൽ നിന്നാണ്. മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യൻ തിന്മ ചെയ്തു, മനുഷ്യൻ രക്തം ചൊരിഞ്ഞു, ആദ്യമായിട്ട് കൊല ചെയ്തു. അപ്പോഴാണ് ഭൂമിയിൽ രക്തം വീണപ്പോൾ ആ ജീവികൾക്കും ആ ഗന്ധം കിട്ടി. അങ്ങനെയായി. ബാക്കിയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. പിന്നെ അപ്പോൾ ദൈവമായ കർത്താവ് പറയും, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അപ്പോൾ അവൻ്റെ ആയുസ് പിന്നെ ക്രമേണ കുറയുകയാണ്. അതുവരെ ദൈവത്തെ പോലെ തന്നെ അവന് ഇഷ്ടം പോലെ ജീവിക്കാമായ എത്രത്തോളം അതിലില്ല ഒരു നിസ്സീമമായ കാലഘട്ടം അവനും കാണുമായിരുന്നു, അവൻ്റെ ആയുസ്സും. അപ്പം ഒന്ന് മനസ്സിലാക്കണം, ഞാൻ നേരത്തെ ചോദിച്ചവരുടെ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുകയാണ്.
അന്ന് ആയുസ് 900, 960, 800, 700 വർഷങ്ങളൊക്കെ 600 ഒക്കെ വർഷങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വയസ്സായി നരകിച്ച് കിടന്ന് ചാകുകയല്ലായിരുന്നു. അങ്ങനത്തുള്ള മരണമല്ല. അതാണ് ആൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അന്നത്തെ ബുദ്ധിയിൽ ചിന്തിക്കുക, ഇന്നത്തെ നമ്മുടെ 80, 70, 80, 100 വർഷത്തെ ആയുസ്സുള്ള മനുഷ്യരെ പറ്റി ചിന്തിക്കാതെ ഇപ്പോഴും 100 വയസ്സിലും സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ദൈവപുത്രരും മനുഷ്യപുത്രരുമായിട്ട് ചേരുക, പുത്രിമാരുമായിട്ട് ചേരുകയും അവർക്ക് മക്കളുണ്ടാകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറയാം. കാരണം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഭാഗങ്ങളായതുകൊണ്ട് അതൊക്കെ ഞാൻ വളരെ വിശദീകരിച്ചു. മക്കളെന്ന് ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, ദൈവം പരിപാലിച്ചിരുന്ന മനുഷ്യർ എന്നാണ് അർത്ഥം. മനുഷ്യപുത്രിമാരെന്ന് പറയുമ്പോൾ എല്ലാവരും ഭൂമിയിലാണ്, അല്ല സ്വർഗത്തിൽ നിന്ന് വന്ന് ഇവിടെ പുത്രിമാരുമായിട്ട് വേഴ്ചയിലായി മക്കളുണ്ടായെന്നല്ല അർത്ഥം. അങ്ങനെ എന്നോട് ചോദിച്ചവരുണ്ട്. അപ്പോൾ മനുഷ്യപുത്രിമാർ എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയാതെ ജീവിച്ച മനുഷ്യർ, അവർ മനുഷ്യരെ മാത്രം, മനുഷ്യൻ്റെ തൃപ്തിയും സൗകര്യങ്ങളും മാത്രം നോക്കി ജീവിച്ചു. അപ്പോൾ അങ്ങനെ ഇനി അപ്പോൾ 5, 7 വരെയുള്ള ആ ഭാഗങ്ങൾ അത് നോക്കുമ്പോൾ അവിടുത്തെ ഹൃദയത്തെ, ദൈവത്തിൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു. എങ്ങനെയാണ്? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എല്ലാം എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. 5-ാം വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം വേദനിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഇനിയും 11-12 ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. കാരണം ദൈവം സൃഷ്ടിച്ച ഉദ്ദേശത്തോടു കൂടിയല്ല, ദൈവം വിഭാവനം ചെയ്ത രീതിയിലല്ല മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ട് ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. കണ്ടോ? അതുകൊണ്ടാണ് ദൈവത്തിന് അവിടെ സൃഷ്ടിക്കേണ്ടി വന്നത്, പ്രളയം ഉണ്ടാക്കേണ്ടി വന്നത്. എല്ലാവരെയും എന്തിന് ഇങ്ങനെ കൊന്നു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കാര്യം മുഴുവൻ മനുഷ്യരും സൃഷ്ടാവിനെ അറിയാതായിപ്പോയി, ഉടമസ്ഥനെ അറിയാതായിപ്പോയി. അപ്പം നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉണ്ടെന്ന് നോക്കുക. നമ്മുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ ആർക്കെങ്കിലും അത് നോക്കി നടത്താൻ കൊടുത്തിട്ട് നമ്മൾ വരുമ്പോൾ അവരെ നമ്മളെ സ്വീകരിക്കാതെ മറ്റുള്ളവരെ സ്വീകരിച്ച് മറ്റുള്ളവരുടെ കൂടെ ആയിത്തീർന്ന് നമ്മളെ തിരിച്ചറിയാതെ വന്നാൽ നമ്മൾക്ക് സങ്കടം തോന്നും. എന്നതുപോലെ തന്നെ ചിന്തിക്കുക. ദൈവത്തിൻ്റെ വേദനയുണ്ടായി. അപ്പം എപ്പോഴാണ് ദൈവം പിന്നെ സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ സന്തോഷിക്കുമ്പോഴാണ്. തിന്മ ചെയ്യുമ്പോഴത് സന്തോഷമല്ല. അവന് ചെറിയ കാലത്തേക്ക് ചെറിയ പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവന് സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ അത് ലോകത്തിൻ്റേതായിട്ടുള്ള സന്തോഷം വേറെ, ജഡത്തിൻ്റെ സന്തോഷം, ശരീരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. മനസ്സിൻ്റെ സന്തോഷം വരുന്നില്ല, പൂർണ്ണമായിട്ട് വരുന്നില്ല. അതാണ് ദൈവം സാദൃശ്യത്തിലും കൂടായി സൃഷ്ടിച്ച ഛായ എന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ അങ്ങോട്ട് മാറിപ്പോകുന്നു. അപ്പോൾ ഛായയിലാണെങ്കിൽ അങ്ങോട്ട് മാറുകയില്ല. കാരണം ദൈവം മാറത്തില്ല തിന്മയിലോട്ട്. ദൈവം അത്യുന്നത പരിശുദ്ധനാണ്. അതുപോലെ മനുഷ്യനുമായിരിക്കണമെന്നാണ് ദൈവം തീരുമാനിച്ചത്. അപ്പോൾ അവനങ്ങനെ ആകത്തില്ലെന്നറിയാം. അതാണ് ഈ ഗ്രന്ഥകാരൻ അങ്ങനെ അല്ലെന്നറിഞ്ഞുകൊണ്ടാണ് സാദൃശ്യമൊന്നും കൂടി ചേർത്തത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ സന്തോഷപൂർണനായിട്ടിരിക്കുമ്പോഴാണ് ദൈവവും സന്തോഷപൂർണനാകും, ദൈവം ആനന്ദിക്കുന്നതും. അങ്ങനെ ദൈവത്തെ അപ്പോൾ മനുഷ്യന് ഈ സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്ന മനുഷ്യന് രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും അങ്ങനെയുള്ള ദീപസ്തംഭങ്ങളെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്ത് നയനാനന്ദകരമായ ദൃശ്യം. പിന്നെ പകല് സൂര്യനും എല്ലാം ആവശ്യത്തിന് ചൂടും വെളിച്ചവും കിട്ടുന്നതിന് ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തെ അറിയാതെ ഇത് എന്തിനാണ്, എന്തിൻ്റെയാണ്, ആരുടെയാണെന്നറിയാതെ അവയെ സേവിക്കാൻ തുടങ്ങി. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി, മനുഷ്യന് സേവനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യന് സേവനം ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച വസ്തുക്കളെ അവൻ ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. അതാണ് തിന്മ. അങ്ങനെ വന്നു മനുഷ്യരെല്ലാം അങ്ങനെ ആയപ്പോഴാണ് ദൈവം പ്രളയം കൊണ്ട് ശിക്ഷിച്ചത്. എല്ലാം കഴുകിക്കളഞ്ഞു. പുതിയ ഒരു ജനതയെ വാർത്തെടുക്കാൻ, ഡീക്രിയേഷൻ. അത് ദൈവം
സൃഷ്ടിയെ ഇല്ലാതാക്കി അവനെ റീക്രിയേഷൻ രണ്ടാമത് തുടങ്ങുന്നത്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ കണ്ടു 11 അധ്യായങ്ങളുമായിട്ട്. അപ്പോൾ പുതിയ ഒരു സൃഷ്ടിയെ മാറ്റി എടുത്ത് പുതിയതായിട്ട് ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ ജനതകളാക്കി തീർക്കാനാണ്. വീണ്ടും മനുഷ്യൻ തെറ്റുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്ന പ്രപഞ്ച വസ്തുക്കളെ, സൃഷ്ട വസ്തുക്കളെ ആരാധിക്കാനല്ല, അവയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഉപയോഗപ്പെടുത്താനാണ് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി. അതിന് ഇതൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ അപരിമേയമായി ജ്ഞാനവും എല്ലാം ദൈവത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്നത് എല്ലാം ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന അത് തന്നെത്താൻ ഉണ്ടായെന്ന് പറയുന്ന പരിണാമത്തിലൂടെ ഉണ്ടായെന്ന് പറയുന്ന ബുദ്ധി ഉള്ള ആ മനുഷ്യരോട് പറയേണ്ടുന്നത് എന്നാൽ ഇതിനൊക്കെ പ്രേരകമായ ശക്തി എവിടെ? അടിസ്ഥാനപരമായിട്ടുള്ളവരൊന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഭ്രമണപഥത്തിൽ നിയമിതമായ ക്രമത്തിൽ തന്നെ ഇവയൊക്കെ സഞ്ചരിക്കുന്നു സഹസ്രാബ്ദങ്ങളായിട്ട്, യുഗങ്ങളായിട്ട്. അപ്പോൾ അവയൊക്കെ നിർത്തുന്ന ഒരു ശക്തിയില്ലേ? ആ ശക്തി അതാണ് ദൈവം. അപ്പോൾ എന്താ ചോദിക്കും, ഇതെന്തുകൊണ്ട് എന്നാൽ ഭൂകമ്പങ്ങളും ഭൂമി ഉലുക്കങ്ങളും അങ്ങനെയുള്ളതൊക്കെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നു? യേശയ്യ 24-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വായിക്കാം. യേശയ്യ 3 മുതൽ സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനുമൊക്കെ ഇല്ലാതാകും. അന്ന് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ. ദൈവത്തെ കളഞ്ഞു, പകരം അവരാശ്രയിക്കുന്ന ഇവരൊക്കെയാണ്. ഞാൻ പറഞ്ഞു, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വലിപ്പമുള്ളവയും വലിപ്പമൊക്കെ എന്ത് ചെയ്യുന്നു? ദേവന്മാർ ദൈവശക്തികളായിട്ട്, ദൈവമായ ശക്തിയായിട്ട്, ദൈവത്തെയായിട്ട് അവർ ദൈവത്തിന് പകരം അവയൊക്കെ ആരാധിക്കുകയായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി രക്ഷിച്ചതാ. അവ എങ്ങനെയാണ് ദൈവമാകുന്നത്? നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആഹാരം എങ്ങനെയാണ് നമ്മുടെ ആവശ്യത്തിന് തന്നാൽ അത് ദൈവമാകുന്നത് എങ്ങനെ? ആഹാരത്തിലുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ദൈവമാകുന്നത്? നമ്മൾ ചെയ്തത് അതാണ്. നമ്മൾ കറണ്ട് ഇടുമ്പോൾ കറണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, പ്രകാശം തരുന്നു. അപ്പോൾ പ്രകാശം തരുന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പം മനുഷ്യൻ്റെ ആവശ്യത്തിന് ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തു, അത് ചെയ്തു. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടുന്നത്? അപ്പോൾ ഇലക്ട്രിസിറ്റിയെ ആരാധിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പം ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും, ശിശുക്കൾ അവരെ ഭരിക്കും. ജനം പരസ്പരം പീഡിപ്പിക്കുകയും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും. യുവാക്കൾ വൃദ്ധരെയും അധമൻ മാന്യനെയും അപമാനിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ദൈവം അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാക്കി. ഇനിയും 17:23 3 മുതൽ 6 വരെയുള്ള വായിച്ച് ഇനിയും 17-ാം വാക്യം, ഈ 3-ാം അധ്യായത്തിൽ തന്നെ 17-ാം വാക്യത്തിൽ കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിൻ്റെ അലങ്കാരവും തലമുടിയും നാടയും കിരീടവും എല്ലാം അവരെ അവിടുന്ന് മാറ്റും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത്? ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എല്ലാം എടുത്ത് മാറ്റും. എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ തിന്മ കൊണ്ട്, മനുഷ്യൻ്റെ തിന്മ കൊണ്ടാണ്. ഭൂമി എന്തുകൊണ്ടാണ് അങ്ങനെ ഇളകി പോകുന്നത്? മനുഷ്യൻ ക്ഷയിച്ച് മനുഷ്യൻ്റെ ആ ദൈവചൈതന്യം ക്ഷയിച്ച് ഒന്നുമില്ലാതായി അവൻ. ഇന്നത്തെ നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അല്പ സുഖത്തിന് വേണ്ടി, കുറച്ച് കാലത്തെ സുഖത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ സന്തോഷം കൊണ്ട് ദൈവത്തെ നിഷേധിച്ച് വരുമ്പോൾ എന്തു ചെയ്യും?
അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം ചിലർ മാത്രം അവശേഷിക്കുന്നു. ഇനി 4-ാം വാക്യം, 24-ാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. ഭൂമി 3-ാം വാക്യം, ഭൂമി തീർത്തും ശൂന്യമാകും. ഈ മനുഷ്യൻ്റെ ഈ തിന്മ കൊണ്ട് പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റേതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ച് പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. ഇനി 24-ാം വാക്യം തന്നെ 17 മുതലുള്ള വാക്യങ്ങൾ അതുകൂടെ വായിച്ചെങ്കിൽ അത് പൂർണ്ണമാകത്തുള്ളൂ. എന്തുകൊണ്ട് പ്രകൃതിയും എല്ലാം മനുഷ്യനെതിരായിട്ട് ഇന്ന് വരുന്നു, ഇന്ന് ഇതൊക്കെ സംഭവിക്കുന്നു. പലരും ചോദിക്കുന്നുണ്ട്, വയനാട്ടിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അത് വയനാട്ടിൽ നമ്മളെ അറിയാവുന്ന, ബാക്കി ലോകം മുഴുവൻ ഇതിൻ്റെയൊക്കെ 100 മടങ്ങായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക കാലിഫോർണിയയിൽ എന്തുമാത്രം സംഭവിച്ചെത്തി കാട്ടുതീ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. ഈ വർഷത്തെ കുറച്ച് ഭയങ്കരമായിരുന്നു. ഇത് എത്ര ആയിരക്കണക്കിന് ഏക്കറുകളാണ് പോയത്. എന്തുകൊണ്ട് പോകുന്നു? ഭൂവാസികളെ 17-ാം വാക്യം, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും. എന്തോത്തിൻ്റെ ഭീകര ശബ്ദമാണ്? ഭൂമിയുടെ കറക്കത്തിൻ്റെ ഭൂകമ്പങ്ങൾ, അതായത് ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പലയിടത്തും ഭൂമിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു, ഭൂമി വിറയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നതല്ലേ. കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും, ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും. ആകാശ ജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. മനുഷ്യൻ്റെ തിന്മ മൂലമാണ്. ഇന്ന് മനുഷ്യൻ്റെ ദൈവത്തെ അറിയാനുള്ള സമയമില്ല ആർക്കും. ഇന്നും അവർക്ക് തിന്മപ്പെട്ട കാര്യങ്ങൾ മാത്രം മതി. അതിൽ ചില സുഖങ്ങളുണ്ട്, രസിക്കാനുണ്ട്. ആ രസമാണ് കുറച്ച് നാളത്തെ രസത്തിന് വേണ്ടി ദൈവത്തെ വിട്ടുകൊടുത്തതിന് വേണ്ടി. എന്തുവാ ഇന്നത്തെ തലമുറകൾ പറയുന്നുണ്ടല്ലോ, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതിനുവേണ്ടി ഇതാണ് സുഖം. ഇത്ര നാളത്തെ അല്ലേ ഉള്ളൂ, അതങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുക ജീവിതം. എന്തുവാ അടിച്ചു പൊളിക്കുക? അവനെ തന്നെ അവൻ അടിച്ചു പൊളിക്കുകയാണ്, അവൻ്റെ ആത്മാവിനെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം അടിച്ചു പൊളിച്ച് കളയുക. അതങ്ങനെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു, ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. സംഭവിക്കുന്ന ഇതല്ലേ ഇപ്പോഴും. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. കണ്ടോ, അതിൻ്റെ മേൽ വന്നിരിക്കുന്ന ഭാരം അത്രയ്ക്ക് ഭയങ്കരമാണ്. മനുഷ്യരെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ തിന്മ, നമ്മുടെ ഭാരം, നമ്മുടെ തിന്മകൾ മുഖാന്തരമുള്ളത്, നമ്മുടെ ദൈവത്തെ മറന്നുള്ള നമ്മുടെ ആ ചിന്തകൾ വഴി, നമ്മുടെ ജീവിതം വഴി, നമ്മുടെ ജീവിത ശൈലി വഴി. ഇന്ന് നമ്മൾ ശക്തികളെയല്ലേ ആരാധിക്കുന്നത്? ദൈവത്തെയാണോ ആരാധിക്കുന്നത്? പ്രകൃതി ശക്തികളെ. നമുക്ക് സേവകരായിട്ട് ദൈവം സൃഷ്ടിച്ചു തന്നത് നമുക്ക് ഉപയോഗിക്കാം. അതിനെ ആ സൃഷ്ടിച്ച് തന്ന ആ ശക്തിയെ ആരാധിക്കാൻ വയ്യ. സൃഷ്ടാവിനെ, യജമാനെ ആരാധിക്കാൻ വയ്യ. ചിലടത്ത് നിന്ന് ഇപ്പോൾ സംഭവം ഞാൻ പറയുമ്പോൾ ഇച്ചിരി ലോ സ്റ്റാൻഡേർഡെന്ന് വിചാരിക്കേണ്ട കാര്യങ്ങളാണ്. ചിലടത്തുണ്ട് ചിലരെ ജോലിക്ക് ചില വീടുകളിൽ നിർത്തി കഴിഞ്ഞ് ബാക്കിയുള്ളവർ ഭർത്താവും കാര്യങ്ങളും അല്ലെ ഭാര്യയൊക്കെ ഇവിടെ ദൂരദേശങ്ങളിൽ വിദേശങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് സമ്പാദിക്കണം. അതിവിടെ ഉപയോഗിച്ച് ജീവിക്കുന്നവർ വളരെ പേരുണ്ട്. എന്നിട്ട് അവസാനം എന്തുവാ, അവിടെ ജോലിക്ക് നിൽക്കുന്നവരുടെ കൂടെ ആയിരിക്കും അവരുടെ ജീവിതം. അവരുടെ ഉടമസ്ഥനെ അല്ലെ ഭർത്താവിനെ, ഭാര്യയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ടാണ് ഉള്ള ജീവിതം. അപ്പോൾ അല്പകാലത്തെ സുഖത്തിൽ അങ്ങനെ അങ്ങോട്ടങ്ങ് പോകുക. സൃഷ്ടാവിനെ അറിയുന്നില്ല, ഉടമസ്ഥനെ അറിയുന്നില്ല, പിന്നെ സൃഷ്ടവസ്തുക്കളെ അറിയുന്നു. കൂടെയുള്ള നമ്മുടെ സേവകരായിട്ടുള്ളവരെ അറിഞ്ഞ് അവരുടെ കൂടെ ജീവിക്കുക.
എന്ന് പറഞ്ഞതുപോലുള്ള കാര്യമായിപ്പോയി. അപ്പോൾ ആകാശത്തിലും പറയുന്നത് അങ്ങനെയാണ്. കർത്താവ് ആകാശത്തിലും സംഭവിക്കുന്നുണ്ടല്ലോ. ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും. അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരാക്കി സൂക്ഷിക്കും. അവരെ തടവറയിൽ അടയ്ക്കുകയും ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ പ്രത്യേകമായിട്ട് വ്യാഖ്യാനം അത് പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, വ്യാഖ്യാനിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ ചിന്ത, ഞാനിത് പറഞ്ഞത്, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം, അതിക്രമത്തിൻ്റെ ഭാരം കൊണ്ടാണ് പ്രകൃതിയൊക്കെ ഇങ്ങനെ ആകുന്നത്. അല്ലാതെ ദൈവം അവരെ ശിക്ഷിക്കുകയല്ല മനുഷ്യരെ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സാധുക്കളായി പോകും. പക്ഷേ അവർ ദൈവത്തെ അറിഞ്ഞിരിക്കണമെന്ന് അറിയുന്നില്ല. അത് മനുഷ്യനങ്ങനെ സൃഷ്ടിക്കുക. അപ്പം ഞാൻ തന്നെ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ദൈവത്തെ അറിയുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവർ അത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തെങ്കിലേ എനിക്ക് പറ്റുന്നുള്ളൂ, അല്ലാതെ ഒന്ന് വന്ന് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സമയം ദൈർഘിക്കുന്നു, നിർത്തട്ടെ. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 9847042649 എന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിച്ചാൽ എനിക്ക് അത് വിശദീകരിച്ച് തരാൻ പറ്റും. എനിക്കൊരു കച്ചവടമുണ്ട്, കട നോക്കണം, എൻ്റെ ജീവപ്രശ്നമാണത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് 9:30 മുതൽ 9:30 വരെ എനിക്ക് പ്രാർത്ഥനാ സമയങ്ങളൊക്കെയാണ്. രാവിലെ 4:30 എണീറ്റാലും അതൊക്കെ ഉള്ള എനിക്ക് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിലുള്ള സമയമായിരിക്കും. അതിനകത്ത് പിന്നെ അപ്പോൾ എനിക്ക് അപ്പോഴൊന്നും ഞാൻ എടുക്കത്തില്ല. ഈ ഫോണിലെടുത്ത് വിളിച്ചെങ്കിലേ എടുക്കത്തുള്ളൂ. ഇൻ്റർനെറ്റ് വീഡിയോ കോളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 9:30 മുതൽ 12:30 വരെയുള്ള സമയത്തിനെ എനിക്ക് സാധിക്കുള്ളൂ. ആ സമയത്ത് ഞാൻ ചെയ്യും. മറ്റ് ജോലികളിലൊക്കെ, വീട്ടുജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ആ കോൾ വന്നത് ഞാൻ എടുക്കുക. ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. റിപ്ലൈ വേണമെന്ന് ഒരു വോയിസ് മെസ്സേജും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തട്ടെ. ദൈവത്തിന്, കർത്താവിന് മഹത്വം കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി. സ്തോത്രം. അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ.